ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിഗ്നൽസിനെ കുറിച്ചാണ്. ആംഗുലർ 17 ക്ലാസ്സിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് സിഗ്നൽസ് ആണ്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ ആംഗുലർ ഡെവലപ്മെൻറ്റ് ഡോക്യുമെൻറ്റ്സിൻ്റെ സെഷനിൽ പോയിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിഗ്നൽസ് എന്താണെന്ന് കാണാൻ പറ്റും. ഞാൻ അതിനകത്തുനിന്ന് എനിക്ക് അറിവുള്ളത് പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ലൈക്ക് ഐ എം ഡൂയിങ് some examples and you guys can learn from it basically. സോ ഇതിനകത്ത് സിഗ്നൽസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു റാപ്പറാണ്. ഒരു പർട്ടിക്കുലർ വേർഡ്സിനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവേഴ്സ് പോലെ തന്നെ ഒരു കാര്യം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്കൊരു ഒരു വാല്യൂ ചേഞ്ച് ചെയ്തതനുസരിച്ച് നമുക്ക് വേറെ എന്തെങ്കിലും വാല്യൂസ് മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സിഗ്നലാണ്. Signal means a wrapper around a value that specifies notifies the interested consumer when the value changes. ആ വാല്യൂ എപ്പോഴൊക്കെ ചേഞ്ച് ചെയ്യുന്നു അപ്പോഴൊക്കെ ആർക്കാണോ ആ വാല്യൂ ഇൻറ്റർഫിയർ ചെയ്യുന്നത് ആ വാല്യൂ വേണ്ടത് അവരെ അത് നോട്ടിഫൈ ചെയ്യുന്നു എന്നാണ് സിഗ്നൽ. കൈൻഡ് ഓഫ് ഒബ്സർവേഴ്സിൻ്റെ വേറൊരു ഡിഫറെൻറ്റ് കൺവീനിയൻറ്റ് പവർഫുൾ ഫോമാണ് സിഗ്നൽസ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് എൻ്റെ മനസ്സിലാക്കിയതായിരിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ കോൺസ്റ്റന്റ് അല്ല. ഇവിടെ ഞാനിപ്പം സിഗ്നൽസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് സിഗ്നൽസ് ഉണ്ട്, ഔട്ട്പുട്ട് സിഗ്നൽസ് ഉണ്ട്, റൈറ്റബിൾ സിഗ്നൽസ് ഉണ്ട്, റീഡബിൾ സിഗ്നൽസ് ഉണ്ട്. സിഗ്നൽസ് ഒരു വാസ്റ്റ് ടോപ്പിക് തന്നെയാണ്. നമ്മൾ അതിലേക്കൊക്കെ കടക്കും. ആദ്യം നമ്മൾ ബേസിക് ആയിട്ട് സിഗ്നൽ എന്താണെന്ന് പറയാൻ പോകണം. കൗണ്ടർ ഈക്വൽ ടു സിഗ്നൽസ് ഓഫ് സീറോ നടത്തും. ഇതിനകത്ത് ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ എടുത്ത് ഞാൻ മാറ്റുകയാണ്. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സിഗ്നൽ അപ്ഡേറ്റ് ചെയ്യാം. റീസെറ്റ് സിഗ്നൽ അതിൻ്റെ റീസെറ്റിലിടാം. സിഗ്നൽ റീസെറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടി സിഗ്നലിനകത്ത് വാല്യൂ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് നമ്മുടെ സിഗ്നലാണ് കൗണ്ടർ എന്ന് പറയുന്നത്. കൗണ്ടർ ഡോട്ട് സെറ്റ് ഓഫ് സീറോ. സിഗ്നലിനകത്ത് നമ്മൾ വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സെറ്റ് ചെയ്ത വാല്യൂ നമുക്ക് കാണണ്ടേ? വാല്യൂ സിഗ്നലിനകത്ത് എവിടെ വാല്യൂ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ സാധാരണ വിളിക്കുന്ന പോലെയല്ല, ഒരു ഫംഗ്ഷൻ്റെ രൂപത്തിലാണ്. ഒരു സിംഗിൾ ബ്രാക്കറ്റും ഒരു സിംഗിൾ ബ്രാക്കറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ കൗണ്ടറിന് എഴുതിക്കുന്നത്. കൗണ്ടർ ഒരു ക്ലോസ് ഓപ്പണിങ് സിംഗിൾ ബ്രാക്കറ്റ്, ക്ലോസിങ് സിംഗിൾ ബ്രാക്കറ്റ്, ഈ ഫോമാറ്റിലായിരിക്കും കൗണ്ടറിൻ്റെ വാല്യൂ എടുക്കുക. ഞാൻ ഈ ബട്ടൺ എടുത്തിട്ട് ഇതിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ പോവാം.
start counter dot അപ്ഡേറ്റിനകത്ത് നമ്മളൊരു പുതിയ ഫംഗ്ഷൻ എഴുതുകയാണ്. അപ്ഡേറ്റ് ഓഫ് വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് നമ്പറാണ്. റിട്ടേൺ ചെയ്യുന്നത് വാല്യൂ +1. ഇത്രയും നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സേവ് ചെയ്തു, സേവ് ചെയ്തു. നമുക്ക് ഇനിയും പോയിട്ട് നമ്മുടെ ആപ്പിനകത്ത് കറണ്ട് വാല്യൂ 0 ആണ്. വാല്യൂ നമ്മൾ കൗണ്ട് ചെയ്യുന്നതനുസരിച്ച് വാല്യൂ കൂടി വരുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും വാല്യൂ കൗണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതനുസരിച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ സെൽഫ് സിഗ്നലാണ്. പക്ഷെ ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നതായിരിക്കും, ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സിഗ്നലിൻ്റെ ആവശ്യമില്ലല്ലോ, ഇതൊരു സാധാ ഫംഗ്ഷനാലിറ്റി ഇല്ല. പക്ഷെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സിഗ്നൽ അല്ലെങ്കിൽ റീഡബിൾ സിഗ്നൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്കാണ്. അപ്പം അതിനകത്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കൗണ്ടർ സിഗ്നലിന്റെ വാല്യൂ മാറുന്ന സമയത്തെല്ലാം അതിനെ മൾട്ടിപ്ലൈ വെച്ച് 2 വെച്ച് ചെയ്യണം. അതിനകത്ത് ഞാൻ യൂണിറ്റിന്റെ ആവശ്യം ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് കമ്പ്യൂട്ടർ സിഗ്നൽ എന്ന് പറയുമ്പോഴത്തേക്ക് multiply by 2 equal computed start വേണമായിരുന്നു. ഇതെന്താ പിന്നെ നമ്മുടെ കൗണ്ടറിന്റെ വാല്യൂ സിമ്പിൾ ബ്രേസസിൽ വരണം, അതാണ് അവിടെ അറിയാവുന്നത്. ഈ മൾട്ടിപ്പിൾ ബൈ 2 എന്ന് പറയുന്ന വാല്യൂ നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. BR കൊടുക്കാം അല്ലേ. അതായത് നമുക്ക് ഇവിടെ പോയിട്ട് ഇവിടെ വരുന്ന എന്താന്ന് നോക്കാം. 0 star 0 0 1 star 1 ഇവിടെ നമ്മൾ ഞാനിവിടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ വാല്യൂ ഇവിടെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ഇവിടെ കൗണ്ടർ കമ്പ്യൂട്ടഡ് എന്ന് പറയുന്നത്
ഇവിടെ കമ്പ്യൂട്ടഡ് സിഗ്നൽസ് എന്ന് പറയുന്നത് റീഡബിൾ സിഗ്നൽസാണ്. നമുക്ക് ഈ സിഗ്നലിനെ ഒരു തവണ കമ്പ്യൂട്ട് ചെയ്യുന്നതല്ലാതെ നമുക്ക് ഈ സിഗ്നലിനെ സെറ്റ് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ പറ്റില്ല. ഇതെങ്ങനെയാണോ അത് ഫസ്റ്റ് ടൈം നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഇതിവിടെ വന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഇസ് ഈക്വൽ ടു ദിസ് ഡോട്ട് കൗണ്ടർ ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന വാല്യൂ റീഡ് ചെയ്യും. ഇത് റീഡ് ചെയ്യുന്ന സമയത്ത് ഇത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇത് കൗണ്ടർ എന്ന് പറയുന്ന സിഗ്നലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് mul/2 എന്ന് പറയുന്ന കൗണ്ടർ ഉള്ളത്, സിഗ്നൽ ഉള്ളത്. സോ വെനെവർ ദിസ് കൗണ്ടർ ചേഞ്ചസ് ദിസ് സിഗ്നൽ നീഡ്സ് ടു ബി അപ്ഡേറ്റഡ്. it need to be updated എന്ന് പറയുന്ന ആ മെസ്സേജ് അതിന് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഇവിടെ ഈ mul/2 എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും സിഗ്നലിന്റെ വെറും ബേസിക്സ് ആണ്. ഇനി അടുത്ത സിഗ്നലിന്റെ വേറെ ഒരു ഇമ്പോർട്ടന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എഫക്ട്സ് ആണ്. ഇത് നമ്മൾ റീഡബിൾ, ഈ സിഗ്നൽ കൗണ്ടർ ഈസ് എ റൈറ്റബിൾ സിഗ്നൽ, mul/2 is a റീഡബിൾ സിഗ്നൽ. അത് നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു രണ്ട് കാര്യമാണ്. എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു സിഗ്നൽ മാറുകയാണെങ്കിൽ എഫക്ട്സ് വർക്ക് ചെയ്യും. നമുക്കൊരു കാര്യം ചെയ്യാം, എഫക്ട്സ് എന്ന് ജസ്റ്റ് ചുമ്മാ എഴുതി നോക്കാം. എഫക്ട്സ് ഇൻജെക്റ്റബിൾ ഏരിയയിൽ മാത്രമാണ് വർക്ക് ചെയ്യുക. ഇൻജെക്റ്റബിൾ ഏരിയ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ നമുക്ക് നമ്മളെ ഒരു സർവീസിനെ ഇൻജെക്ട് ചെയ്യാൻ പറ്റും, ആ പോയിന്റിലൊക്കെ മാത്രമാണ് നമുക്ക് എഫക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻജെക്റ്റബിൾ ഏരിയയിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഏതൊക്കെ പോയിന്റിലാണോ നമുക്ക് ഏതൊക്കെ പോയിന്റിലാണ് എപ്പോഴൊക്കെയാണ് എഫക്ട്സ് മാറുക, എപ്പോഴൊക്കെയാണ് സിഗ്നൽസ് മാറുക, അപ്പോഴൊക്കെ എഫക്ട്സും വർക്ക് ചെയ്യുന്നുള്ളതാണ്. അതായത് അറ്റ്ലീസ്റ്റ് വൺസ് വെൻ എഫക്ട്സ് റൺ ഇറ്റ് ട്രാക്സ് എനി സിഗ്നൽ വാല്യൂ റീഡ്. ഏതെങ്കിലും ഒരു സിഗ്നൽ വാല്യൂസ് മാറുകയാണെങ്കിൽ എഫക്ട്സ് പിന്നെയും റൺ ചെയ്യും. എഫക്ട്സ് അതിന്റെ ഡിപ്പെൻഡൻസീസ് ഡൈനാമിക്കലിയാണ് ട്രാക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം നമുക്ക് എഫക്റ്റ് ഉള്ളെന്ന് തോന്നുന്നു. ലോഗിങ് എഫക്റ്റ് ഇസ് ഈക്വൽ ടു എഫക്റ്റ് നമുക്ക് ഇവിടെ ചെയ്യാം. കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് mul/2 this dot mul/2 ഇടാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് എഫക്റ്റ് റൺ ചെയ്യാന്നുള്ളത്. എഫക്റ്റ് റൺ ചെയ്യുമ്പോൾ എത്ര ടൈം എഫക്റ്റ് റൺ ചെയ്യുന്നുള്ളത് നമുക്ക് അന്നേരം അറിയാൻ പറ്റും. ഒരെണ്ണം കൂടെ ഇടാം. കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ഇട്ടിട്ട് നമുക്ക് നോക്കാം നമ്മുടെ കൺസോളിനകത്ത് F12 പ്ലസ് ചെയ്ത് നോക്കട്ടെ. എഫക്റ്റ് റൺ mul/2 എന്ന് പറയുന്ന വാല്യൂ 0 ആണ്. ഞാനത് ഇൻക്രീസ് ചെയ്തു, എഫക്റ്റ് റൺ ചെയ്തു. കാരണം വാല്യൂ നമ്മുടെ കൗണ്ടറിന്റെ വാല്യൂ കൂടി, അതുപോലെ mul/2ന്റെ വാല്യൂ കൂടി. എഫക്റ്റ് റൺ mul/value 3. ഇനി ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ പോവാണ്. റീസെറ്റ് സിഗ്നൽ നമ്മളിതിൽ പരീക്ഷിച്ചത്. എഫക്റ്റ് റൺ mul/0 0.
കൗണ്ടർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പിന്നെയും റൺ ചെയ്യാണ്ടിരിക്കുന്നത്. ഇതെന്തോ ഒരു എറർ വന്നിട്ടുണ്ട്. റീസെറ്റ് ചെയ്തു, കൗണ്ടർ ഇൻക്രീസ് ചെയ്തു, പിന്നെ എറർ വരുന്നില്ല. എന്തോ നമുക്ക് നോക്കാം, പിന്നെ എറർ വരുന്നുണ്ടോ. അപ്പം എഫക്ട്സ് എന്താണെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. എപ്പോഴൊക്കെയാണ് ഒരു കൗണ്ടർ, എപ്പോഴൊക്കെയാണ് സിഗ്നൽ വാല്യൂസ് മാറുന്നത്, അപ്പോഴൊക്കെ നമ്മുടെ എഫക്ട്സും മാറും. എഫക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻജെക്റ്റബിൾ ഏരിയയിൽ മാത്രം. ഇൻജെക്റ്റബിൾ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ ഒരു സർവീസിനെ ഇൻജെക്ട് ചെയ്യാം. കൺസ്ട്രക്ടറിനകത്ത് നമുക്കൊരു എഫക്റ്റിനെ എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനത് ഇവിടെ നമുക്ക് കൺസ്ട്രക്ടർ ഇല്ല, ഞാനതൊരു കൺസ്ട്രക്ടർ എടുക്കാം. ഇപ്പം ഞാനൊരു ലോഗിങ് എഫക്റ്റ് ആണ് ചെയ്തത്. ഈ എഫക്റ്റിനെ തന്നെ അതുപോലെ തന്നെ എഫക്റ്റിനകത്ത് വെച്ച് നമുക്ക് ഒരിക്കലും ഒരു സിഗ്നലിനെ അപ്ഡേറ്റ് ചെയ്യാനോ സെറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. നമുക്ക് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പം ഇതിനകത്ത് ഞാൻ 1/2 ആണെങ്കിൽ ഇതിനകത്ത് ഞാൻ കൗണ്ടർ ആണ് ഇടുന്നത്. കൗണ്ടറിന്റെ വാല്യൂ ഒന്നുകൂടെ നമുക്ക് റീസെറ്റ് ചെയ്തിട്ട് എഫക്റ്റ് 1/2 4 കൗണ്ടർ ഇൻസൈഡ് ദ കൺസ്ട്രക്ടർ 2. അപ്പം രണ്ട് എഫക്ട്സ് മൾട്ടിപ്പിൾ എഫക്ട്സ് നമുക്ക് അറ്റ് എ ടൈം ഇതിലുണ്ടായിട്ടും അതിന് വലിയ മൾട്ടിപ്പിൾ എഫക്ട്സ് നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അത് എനിക്കും തറവല്ല, എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. 2 എറർ അടിക്കുമ്പോഴത്തേക്കും ഇത് വാല്യൂ മാറുമോ അല്ലെങ്കിൽ എറർ അടിക്കുമോ എന്നുള്ളതൊക്കെ. പക്ഷെ ഇപ്പോൾ 2 എഫക്ട്സ് എഴുതിയാലും കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. ഇനിയിപ്പം എനിക്ക് എഫക്ട്സ് എന്ന് പറയുന്ന സംഭവത്തിന് എനിക്ക് ഈ എഫക്ട്സിന് ഈ ഒരു റീസെറ്റ് സിഗ്നലിനകത്ത് ഒരു എഫക്റ്റ് എഴുതണമെന്ന് വിചാരിച്ചു. ഇത് ഈസ് പോസിബിൾ, ആക്ച്വലി പോസിബിൾ ആണ്. അതിന് ഇൻജെക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്ത് ഇൻജെക്ട് ചെയ്ത് കൊടുക്കും? എന്താ ഇവിടെ ഒരു പ്രൈവറ്റിനകത്ത് നമ്മൾ പ്രൈവറ്റ് ഇൻജെക്ടർ എഴുതി കൊടുക്കുക. ഇൻജെക്ടർ injector and നിങ്ങളുടെ എഫക്ട്സിനെ ഇങ്ങനെ കോപ്പി ചെയ്തു. എന്നിട്ട് when I put it over here, it should ideally be throwing an error, but on compilation I will error throw ചെയ്യാം. Stop number 2 background from ക്ലിയർ ചെയ്തു. കൗണ്ടർ ഞാൻ ഇൻക്രീസ് ചെയ്യാണ്. എഫക്റ്റ് കൺസ്ട്രക്ടർ റീസെറ്റ് എടുത്തു. ആൻഡ് വൺസ് ഫസ്റ്റ് ടൈം ഞാൻ റീസെറ്റ് സിഗ്നൽ റൺ ചെയ്യുമ്പോൾ എഫക്ട് ട്രാൻസ്ഫോം റീസെറ്റ് സിഗ്നൽ വരുന്നുണ്ട്. ഒന്നുകൂടെ കൗണ്ടർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മുതൽ, അതായത് എപ്പോഴൊക്കെ അറിയാം നമ്മൾ ഓൺ ലോഡിൻ്റെ സമയത്ത് ഇത് കമ്പൈൽ ആയി പോകുന്നില്ല. ഓൺ ലോഡിൻ്റെ സമയത്ത് നമ്മൾ റീസെറ്റ് സിഗ്നൽ വിളിക്കാത്തതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇങ്ങനെ ഒരു എഫക്റ്റ് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം റീസെറ്റ് സിഗ്നൽ യൂസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ എഫക്റ്റിൻ്റെ ആവശ്യം വരിക എന്നുള്ളതുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഫക്റ്റ് എഴുതാൻ പറ്റും. അപ്ഡേറ്റ് സിഗ്നൽ
അപ്ഡേറ്റിനകത്ത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഫക്ട്സ് എഴുതുന്നത്. പിന്നെ എഫക്റ്റ് ഡിസ്ട്രോയ് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി ഡിസ്ട്രോയ് ആയി പോവുകയാണ് ചെയ്യുന്നത്. എഫക്ട്സ് നമ്മുടെ കോണ്ടെക്സ്റ്റ് ഡിസ്ട്രോയ് ആക്കുന്ന സമയത്ത് എഫക്റ്റ് ഡിസ്ട്രോയ് ചെയ്യും. എഫക്റ്റ് ഒരു റെഫറൻസ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഈ ലോഗിങ് എഫക്റ്റ് എന്ന് പറയുന്ന പോലെ ഒരു എഫക്റ്റ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അത് വെച്ച് നമുക്ക് മാനുവലി അതിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത്. ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു കമന്റ് ഇടുക, നമ്മളത് നോക്കാം. എനിക്ക് തോന്നുന്നു ഇത്രയും ധാരാളമാണ്. ഇനി സിഗ്നലിനകത്ത് നമുക്ക് ഓപ്ഷനിൽ ഇക്വാളിറ്റി ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഇക്വാളിറ്റി ഫംഗ്ഷൻ പ്രൊവൈഡ്, ഇപ്പം നമ്മൾ സിഗ്നൽ ഓഫ് നമ്പേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം 0, 1, 2, 3 മുതൽ എത്ര നമ്പേഴ്സ് വരെയാണോ അത്രയും സിഗ്നൽസിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്കിപ്പോൾ ഞാനിവിടെ 0 ഇട്ടു. ഈവൻ നമ്പേഴ്സ് എല്ലാം ഈക്വൽ ആണ് എന്നൊരു ഇതിൽ നമുക്ക് നോക്കാം. എഴുതാൻ പറ്റുന്ന കാര്യം എനിക്ക് വലിയ പിടുത്തമില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ലോ ഡാഷിൻ്റെ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴും ലോ ഡാഷിൻ്റെ എക്സാമ്പിൾ ആയിരിക്കണം യൂസ്ഫുൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എന്ത് പറ്റി? ഇവിടെ സിഗ്നൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ കിട്ടിയോ? ബ്രേസസ് വേണ്ട എന്ന് തോന്നുന്നു. പക്ഷെ എക്സാമ്പിൾ തന്നതിനകത്ത് ഒരു ബ്രേസസിനകത്താണ് ടെസ്റ്റ് എന്ന് കൊടുത്തിരുന്നത്. Let's see. Increase 4 and 3 6. കാര്യമായ രീതിയിലുള്ള വ്യത്യാസങ്ങളൊന്നും ഞാനിവിടെ കാണുന്നില്ല. കാരണം നമ്മുടെ കൺസ്ട്രക്ടേഴ്സ് 6 റൺ ചെയ്തിട്ടുണ്ട്, 12 റൺ ചെയ്തിട്ടുണ്ട്. നമ്പർ മോഡ് റിലീസ് അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല. നമുക്കൊന്ന് ഡീബഗ് ചെയ്ത് നോക്കിയാലോ അതവിടെ വരുന്നുണ്ടോ. സിഗ്നൽ ഇവിടെ വന്നിട്ടില്ല. വെരി നൈസ്. സേവ് ചെയ്തില്ല. കൺസ്ട്രക്ടർ മുമ്പല്ലേ കിടക്കുന്നത്. There is an error in here. Number is personally careful.
ഓക്കെ, അത് നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത വീഡിയോയിലേക്ക് ഞങ്ങൾ റെഡി ആക്കി വെച്ചേക്കാം. തൽക്കാലം അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തില്ല. ആ നമ്പർ അതാ ഒരു ഒന്നുകൂടെ ഒന്ന് കമ്പയർ ചെയ്തപ്പം ശരിയായി. അപ്പം ഇതിനകത്ത് നമുക്കറിയാൻ പറ്റും ഇത് 3, നമ്മൾ ആ വാല്യൂ സെറ്റ് ചെയ്യുന്നത് മോഡുലസ് 3 ഈക്വൽ ടു 0 ആണെങ്കിൽ ഈക്വൽ നമ്പർ ആണെന്ന് എടുക്കാം. അപ്പം ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതിനകത്ത് ഓക്കെ, ഇവിടെ വന്നിട്ട് കൗണ്ടർ എത്ര ഇൻക്രീസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടപ്പോഴത്തേക്കും കൗണ്ടർ ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, നമ്പർ മോഡുലസ് 3, ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ബൂളിയൻ ആണ്. ആൻഡ് ഇറ്റ് കംസ്, നമുക്ക് കൺസോൾ അടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. കണ്ടോ, ട്രൂ ആണ്. അപ്പം അതുകൊണ്ട് നമുക്കിവിടെ വന്നിട്ട് ഈ വാല്യൂ 1 മുതൽ സെറ്റ് ചെയ്യാം. കാരണം ഞാനത് 0 ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൗണ്ടർ മാറുന്നേ ഇല്ല. കണ്ടോ, എഫക്റ്റാണ് 0 0 കഴിഞ്ഞത്. പിന്നെ എത്ര കൗണ്ടർ അടിച്ചിട്ടും ആ വാല്യൂ അവിടെ മാറാത്തതിൻ്റെ കാര്യം നമ്മുടെ ആ ബൂലിയനകത്ത് ബൂലിയൻ വെച്ച് നോക്കുമ്പോൾ ഇനിയും നമുക്ക് കൗണ്ടർ അടിച്ച് നോക്കാം. സെക്കൻഡ് 1, ഞാൻ സെറ്റ് 1 അടിച്ചത് വന്നില്ലേ, ഇവിടെ 1 അടിക്കണം. റീസെറ്റ് ചെയ്താലും മതിയായിരുന്നു. കണ്ട, ഇവിടെ ഞാൻ 0 അടിച്ചു കൊടുക്കാം, എങ്കിലും നിങ്ങൾക്കും കാര്യം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഇവിടെ ഞാൻ 0 അടിച്ച് ഫസ്റ്റ് വാല്യൂ 0. അപ്പോൾ നെക്സ്റ്റ് വാല്യൂ കൗണ്ടർ ഇൻക്രീസ് ചെയ്ത് നോക്കുവാണ്. ഇവിടെ വാല്യൂ വരുന്നത് ട്രൂ ആണ്. ട്രൂ ആയി കഴിയുമ്പോഴത്തേക്കും ഈ വാല്യൂ ട്രൂ ആയി കഴിയുമ്പോഴത്തേക്കും അത് മനസ്സിലാകുന്നത് നമ്മൾ സിഗ്നലിലേക്ക് ഇനിയും അസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ അത് സെയിം വാല്യൂ തന്നെയാണ്. അതായത് സിഗ്നലിൽ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല എന്ന ടാഗിലേക്കാണ്. അപ്പോൾ അത് ആ വാല്യൂവിനെ എടുക്കില്ല, കൗണ്ടർ 0 ആയിട്ട് തന്നെ ഇരിക്കും. ഞാൻ റീസെറ്റ് ചെയ്തു, റീസെറ്റ് ചെയ്യാണ്. റീസെറ്റ് ചെയ്യുമ്പോൾ 1 മോഡുലസ് റീസെറ്റ് ചെയ്തിട്ട് വന്നില്ലേ, റീസെറ്റ് സിഗ്നലിൽ നിന്ന് വാല്യൂ റൺ ആയിട്ടുണ്ട്. അവിടെ നമ്പർ 0 തന്നെയാണ്. ഓ 3 6 വരുന്നുണ്ട്, അത് 4 ഇല്ല, 5 ഇല്ല. കാരണം ഇതെല്ലാം പിന്നെ കൗണ്ടർ വരുമ്പോൾ എല്ലാ പ്രശ്നം എന്ന് പറയുന്നത് കൗണ്ടറിന്റെ വാല്യൂ, കാരണം ഇക്വാലിറ്റിയുടെ പ്രശ്നം അടിക്കുന്നതാണ് അവിടെ. 3 കൗണ്ടർ അടിച്ചു കഴിയുമ്പോഴത്തേക്കും 3 മോഡുലസ് 3 ഞാൻ പിന്നെയും കൗണ്ടർ അടിക്കുന്നു. ഇവിടെ വരുമ്പോൾ നമ്പർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കറണ്ട് സിഗ്നൽ വാല്യൂ 3 ആണ്. 3 മോഡുലസ് 3 is 0. അപ്പം അത് സെറ്റ് ആവുന്നില്ല എന്നുള്ളതാണ് സത്യമായിട്ട് പറഞ്ഞാൽ. കറണ്ട് വാല്യൂ വെച്ചിട്ടാണ് അത് എടുക്കുന്നത്. കൗണ്ടർ ഇൻക്രീസ് ചെയ്യുന്നത് കറണ്ട് വാല്യൂ വെച്ചിട്ടാണ്, കൗണ്ടറിന്റെ വാല്യൂ. പക്ഷെ അപ്ഡേറ്റ് വർക്ക് ചെയ്യേണ്ടതാണ്. റേസസിന്റെ ഒരു പ്രശ്നമാണ്. അവിടെയും 3 തന്നെയാണ് വരുന്നത്. കറണ്ട് വാല്യൂ ആ 3 അടിച്ചു കഴിഞ്ഞാൽ 3 വന്നത് പിന്നെ അങ്ങോട്ട് പിന്നെ വാല്യൂസ് മാറുന്നതേ ഇല്ല. അതിന് ഞാൻ എഴുതിയേക്കുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും. പക്ഷെ ഇത്ര ആലോചിച്ചാൽ മതി, ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് മോഡുലസ് വെച്ചിട്ടാണ്. നമുക്ക് ശരിക്കും ഇപ്പം സിഗ്നലിലേക്ക് വരുന്ന വാല്യൂ 1 മോഡുലസ് 3 എന്ന് പറയുന്നത് 1 ആയിരുന്നു. അപ്പോൾ ആ 1ഉം 3ഉം ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. ഇവിടെ 3 വന്നു കഴിഞ്ഞാൽ 3 മോഡുലസ് 3 എന്ന് പറയുന്നത് 0 ആണ്. 3 അതിനുശേഷം വരുന്ന വാല്യൂസ് ഇവിടെ സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അപ്ഡേറ്റിനകത്ത് ശരിക്കും എന്തെങ്കിലും
ഇതിനകത്ത് പ്ലേസസ് ഇട്ടതുകൊണ്ട് പ്രശ്നം ഉണ്ടോന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ റീസെറ്റ് വാല്യൂ അടിച്ചു കഴിഞ്ഞപ്പോഴും കൗണ്ടറിന്റെ സെയിം വാല്യൂ തന്നെയാണ് വന്നത്. ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അധികം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നോക്കട്ടെ, 6 പിന്നെ അത് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണ്ട, ഞാനതിനെ നോക്കിയിട്ട് വരാം. അപ്പോൾ ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു ഇത് വെച്ചിട്ട് നമുക്ക് സിഗ്നലിൻ്റെ വാല്യൂസ് ഈക്വൽ ആണോ അല്ലയോ എന്നറിയാൻ പറ്റും എന്ന് മാത്രം ഇപ്പോൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ശരിക്കും ലോഡാഷിനകത്ത് ഈസ് ഈക്വൽ ടു ആണ് കിടക്കുന്നത്. ഞാൻ ലോഡാഷൻ ലൈബ്രറി അതിനുവേണ്ടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടാലോ എന്ന് കരുതിയിട്ടാണ് അത് ചെയ്യാതിരുന്നത്. ഞാൻ ആ ഈക്വൽ ടു എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്ത് കളയാണ്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ചിലപ്പോൾ ഉണ്ടാവും. സോറി ഫോർ ദാറ്റ്. അൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടൊരു സിഗ്നൽ, നമ്മൾ ഈ ഒരു സംഭവം അൺട്രാക്ട് ഓഫ് കൗണ്ടർ ഡോട്ട് സീറോ, ഈ കൗണ്ടർ വാല്യൂവും ഈ എഫക്റ്റും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല എന്ന രീതിയിൽ നമ്മൾ എടുക്കാം. നമ്മൾ കൺസ്ട്രക്ടറിനകത്തുള്ളത് എടുത്ത് കളഞ്ഞ് it should be within അൺട്രാക്ട് എന്ന് പറയുന്നത് അൺട്രാക്ട് void has no signal for 0, 1, 2 delete stop count. Let's see what is the output there. Constructor run counter 1. എഫക്റ്റാണ്. പിന്നെ ഒന്നുകൂടെ ഇൻട്രസ്റ്റ് ചെയ്യണം, നമ്മുടെ കൺസ്ട്രക്ടറിനകത്തുനിന്നുള്ള എഫക്റ്റ് റൺ ചെയ്യുന്നതേ ഇല്ല. അതിനുള്ള കാരണം കൺസ്ട്രക്ടറിനകത്ത് എഫക്റ്റിനകത്ത് ഡിപ്പെൻഡൻസി ഉള്ളത് ദിസ് ഡോട്ട് കൗണ്ടർ എന്ന് പറയുന്ന ഈ ഒരു സംഭവമായിട്ട് മാത്രമാണ് നമ്മൾ അൺട്രാക്ട് ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പം നമുക്കൊരു കൗണ്ടർ ഉണ്ട്, നമുക്ക് ആ എഫക്റ്റ് റൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ എഫക്റ്റ് റൺ ചെയ്യേണ്ടത് to prevent a signal read from being tracked by calling is getter with untracked എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു കറണ്ട്, അതായത് നമുക്ക് ചില സിറ്റുവേഷനകത്ത് ഇപ്പോൾ കറണ്ട് യൂസർ എന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പം നമുക്കിവിടെ ഇല്ല. ഇപ്പോൾ ഒരു കറണ്ട് യൂസർ ഉണ്ട്, അതിൻ്റെ കൗണ്ടർ ഉണ്ട്. കറണ്ട് യൂസർ മാറുമ്പോൾ മാത്രം നമുക്കൊരു ലോഗ് റൺ ചെയ്താൽ മതി. കൗണ്ട് യൂസറും കൗണ്ടറും സിഗ്നൽസ് ആണ് എന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ. അപ്പം നമുക്ക് ഇവിടെ കൗണ്ടർ മാറുമ്പം ഇവിടെ നമുക്ക് കൗണ്ടർ മാറുമ്പോൾ വേണ്ട. പകരം ഞാനിപ്പം നിങ്ങൾക്കത് കാണിച്ചു തരുന്നത് എങ്ങനെയാ. ഇവിടെ ഞാൻ മൾട്ടിപ്പിൾ ബൈ 2 കൊടുക്കാം.
കൗണ്ടർ മാറുമ്പോൾ റൺ ചെയ്യില്ല, മൾട്ടിപ്പിൾ ബൈ 2 മാറുമ്പോൾ മാത്രം റൺ ചെയ്യാവൂ എന്ന് പറയും ആണ് ശരിക്കും. പക്ഷെ രണ്ടും ഡിപ്പെൻഡൻ്റ് ആണ്. ഇനി മുതൽ ran from the constructor 4 കൗണ്ടർ 4 എന്ന് പറയുന്ന വാല്യൂ അത് ഇവിടെ താഴെ നമ്മൾ കൺസോളിലൊക്കെ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്നാണ് അത് വരുന്നത്. ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മാറുന്നത് കൊണ്ട് മാത്രമാണ് അത് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു എഫക്റ്റ് റൺ ചെയ്യുകയേ ചെയ്യില്ല. ഇത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് നോക്കും ഏതൊക്കെ സിഗ്നൽസ് ആണ് ഈ എഫക്റ്റോടെ ലിങ്ക് ചെയ്തിരിക്കുന്നത്. ആ സിഗ്നൽസ് ലിങ്ക് മാറുമ്പോൾ മാത്രം ഇത് റൺ ചെയ്താൽ മതി എന്നാണ് നമ്മുടെ കമ്പൈലർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ എക്സാമ്പിളും അത് തന്നെയാണ് കൂട്ട കാണിക്കുന്നത്. തൽക്കാലത്തേക്ക് സിഗ്നൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ നിർത്തിയിട്ട് അടുത്ത വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്നു.